ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം റോസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുപ്പ് കത്തിച്ച് എണ്ണ താളിക്കാൻ വേണ്ട, അണ്ടിപ്പരിപ്പിലാണ് ഞാനത് താളിക്കുക കേട്ടോ. കടുകിന് പകരം കടുക് ഇട്ടതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ താളിക്കുക കേട്ടോ. അല്ലെങ്കിൽ വെറും ഉള്ളി മാത്രം താളിച്ചാൽ മതി. ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുട്ട ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. മുട്ട പുഴുങ്ങിയിട്ട് അവസാനം ഇടുന്നവർക്ക് ഇടാം. വെജിറ്റേറിയൻകാരിടണ്ട കേട്ടോ, നമുക്ക് കാണിക്കാം. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാനിട്ടത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഉള്ളിയിൽ ആദ്യം താളിക്കാം, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ താളിക്കാം. എനിക്കിപ്പോൾ ഇത്തിരി ടേസ്റ്റ് വേണം, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇപ്പം തന്നെ ഇടുകയാണ് കേട്ടോ. ഇത് വറക്കുമ്പോൾ അത് മൂത്തോളും. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ടു. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മണം ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളി നെയ്യും കൂടി ഒഴിച്ചാൽ സഹിക്കാൻ പറ്റാത്ത മണം. ഇത് ചെറുതായിട്ട് മൂപ്പായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഉള്ളി ഇടാം. ഉള്ളിക്കാണ് മൂപ്പ് അധികം കേട്ടോ. ഉള്ളി അധികം ആദ്യം ഒരു മെനിക്കിട്ടിട്ട് വഴറ്റിയിട്ട് സവാള ഇടാം കേട്ടോ. അത് നൈസായിട്ടില്ല അരിഞ്ഞേക്കണത്, നമ്മൾ കടിക്കാൻ കിട്ടണ മാതിരി ചെറുതായിട്ട്. അണ്ടിപ്പരിപ്പ് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എനിക്കിത്തിരി ടേസ്റ്റ് അധികം വേണം, അതിന് വേണ്ടി ഞാൻ ഇടണമെന്ന് മാത്രം. ഒരു നിർബന്ധമില്ല ഇതിന്. ഇപ്പം നമുക്ക് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സവാള ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. നന്നായി വഴന്ന് കിട്ടും. നമുക്ക് അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പെട്ടെന്നൊന്ന് ബ്രൗൺ കളറാവട്ടെ. 2 കറിവേപ്പിലയുണ്ട്, അതിടാം. അപ്പോൾ നമുക്ക് അടുപ്പ് സിമ്മിൽ വെച്ചിട്ട് പൊടികളിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, 1 സ്പൂൺ ഇട്ടിട്ടുള്ള അരയിട്ടിട്ട്, കുറച്ച് കുരുമുളക് പൊടി. മല്ലിപ്പൊടി ഞാൻ ചേർക്കണില്ല കേട്ടോ. ഇതിലെ മല്ലിപ്പൊടിയുടെ റോസ്റ്റാണെങ്കിലും ഒരു ഫ്രൈൻ്റെ മാതിരി വരണം. നമുക്ക് മഷ്റൂം ഇടാം കേട്ടോ. തക്കാളി ചേർക്കണില്ല, എന്താ വെച്ചാൽ ഒരു വാട്ടർ കണ്ടൻറ്റ് വരും, അത് കാരണം ഇത്ര ഇട്ടുണ്ട് ഞാൻ. ഇത് വെന്ത് കഴിയുമ്പോൾ എത്ര കുറവാകുമെന്ന് നോക്കിക്കോട്ടെ. ഭയങ്കര കുറവാകും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് 2 മിനിറ്റ് നേരം നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഇറങ്ങും, അത് മാത്രം മതി. വെള്ളം ഒഴിക്കരുത് ഒരിക്കലും കേട്ടോ. കണ്ട, വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് നല്ല അങ്ങനെ ഇതായിട്ടില്ല, കുറച്ച് ചൊരിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം.
നല്ല ഫ്രൈ മാതിരി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ആകുമ്പോൾ നമുക്ക് മുട്ട പൊളിച്ചിടാം. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. നല്ല വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട്. സാധനം കുറവാണ്. നല്ല ടേസ്റ്റ്. നല്ല ഉള്ളി മൊരിച്ചതിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ചുറ്റു ചെയ്യാം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. മല്ലിപ്പൊടി ഇടല്ല മക്കളെ. മല്ലിപ്പൊടി പോയി ഇട്ടത് ഇതിൻ്റെ ടേസ്റ്റ് ഇത്ര കിട്ടില്ല. ഇത്തിരി എരിവ് അധികമാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് അത്ര ടേസ്റ്റ്. നമുക്ക് മുട്ടായി പുഴുങ്ങിയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്, അതതിലേക്ക് ചേർക്കാം. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇപ്പോൾ ആ ഇത്തിരി എരിവ് അധികമാണ്. നമ്മൾ ഈ മുട്ടായിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ എരിവൊക്കെ ഇത്തിരി ഇങ്ങോട്ട് പിടിക്കും. വെജിറ്റേറിയൻകാർ മുട്ടയിടരുത് കേട്ടോ, നിങ്ങൾക്കറിയില്ലോ. അടിപൊളി ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് ഇത്തിരി അധികം ഇട്ടോ നിങ്ങൾ. പിന്നെ തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ. തക്കാളി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തക്കാളി ഇട്ടോ. ഞാൻ വെള്ളത്തിൻ്റെ ഇങ്ങനെ വെള്ള ഗ്രേവി മാതിരി വരും. ഇത് നമുക്കൊരു തോരൻ മാതിരി മെഴുക്ക് വരട്ടി മാതിരിയൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഞാനിടാത്തത്, എനിക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാങ്ങ ചമ്മന്തിയും മാമ്പഴ പുളിശ്ശേരിയും ഒക്കെ ഉണ്ട് എനിക്ക്, പപ്പടവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ചാറാക്കണില്ല, തോരനാക്കണം. ഇപ്പം ഇത് ഇരുന്നിട്ട് ഈ എരിവൊക്കെ ഈ മുട്ട പിടിച്ചെടുക്കും. അപ്പോൾ ഭയങ്കര അടിപൊളി ടേസ്റ്റായിരിക്കും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ മഷ്റൂം റോസ്റ്റാ ഫ്രൈയാ എന്ത് വേണേലും പറയാം, ടേസ്റ്റ് നോക്കാം കേട്ടോ. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ഞാൻ മാത്രം കഴിക്കും. ഇപ്പം എരിവ് തോന്നുന്നില്ല, നേരത്തെ ഒത്തിരി എരിവ് തോന്നി. മുട്ടയ്ക്ക് ഇട്ടിട്ട് അത് വലിച്ചെടുത്തു. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ഇതുണ്ടാക്കി നോക്കണം മക്കളെ. സൂപ്പർ ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. ഭക്ഷണം കിട്ടുമ്പോൾ എല്ലാവരും ഇതേമാതിരി ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മുട്ട ആവശ്യമുള്ളവരിട്ടാം, അല്ലെങ്കിൽ ഇത്തിരി എരിവ് കുറച്ച. അപ്പോൾ ഓക്കെ കേട്ടോ, നിങ്ങൾ കഴിക്കാൻ ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ, ബായ്.